ISROയുടെ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലുള്ള 100ാം വിക്ഷേപണ ദൗത്യത്തിലൂടെ ഭൂസ്ഥിര ഭ്രമണപഥത്തിലെത്തിയിട്ടുള്ള ഉപഗ്രഹമാണ് NVS-2, അതായത് 02 NVS-02. ISROയുടെ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൻ്റെ 100ാം വിക്ഷേപണ ദൗത്യത്തിലൂടെ ഭൂസ്ഥിര ഭ്രമണപഥത്തിലെത്തിയ ഉപഗ്രഹമാണ് NVS-2. 2025 ജനുവരി 29-നാണ് വിക്ഷേപണം. അടുത്തത് 2025-ലെ 38ാമത് ദേശീയ ഗെയിംസ് നടക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ് ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ 11 വേദിയിലായിട്ടാണ് ഗെയിംസ് നടന്നത്. ദേശീയ പത്രദിനം, ഇന്ത്യയിൽ പത്രദിനം ആചരിക്കുന്നത് എന്നാണ്? അത് ജനുവരി 29-നാണ്. ജനുവരി 29. ഏത് രാജ്യത്തെ പുതിയ പ്രധാനമന്ത്രിയാണ്? മൈക്കൽ മാർട്ടിൻ, അയർലൻഡിൻ്റെതാണ്. മൈക്കൽ മാർട്ടിൻ അയർലൻഡിൻ്റെതാണ്. രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 2025 ജനുവരി 27-നാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. ഏക സിവിൽ കോഡ് UCC. അടുത്തത് തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ്. തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വൈശാഖൻ. തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനാണ് വൈശാഖൻ. MT വാസുദേവൻ നായരുടെ വിയോഗത്തെ തുടർന്നാണ് ചെയർമാൻ സ്ഥാനത്ത് ഒഴിവ് വന്നത്. നെക്സ്റ്റ്, 2025 ജനുവരി 28-ന് ഏത് ആണവശാസ്ത്രജ്ഞൻ്റെ ജന്മശതാബ്ദിയാണ് ആഘോഷിച്ചത്? ഡോക്ടർ രാജാ രമണ്ണ. 2025 ജനുവരി 28-ന് ഏത് ആണവശാസ്ത്രജ്ഞൻ്റെ ജന്മശതാബ്ദി ആഘോഷിച്ചു? ഡോക്ടർ രാജാ രമണ്ണ. 2024-ലെ ഏറ്റവും മികച്ച പുരുഷ കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുരസ്കാരം നേടിയ ഇന്ത്യൻ താരമാണ് ജസ്പ്രീത് ബുംറ. 2024-ലെ ഏറ്റവും മികച്ച പുരുഷ കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുരസ്കാരം നേടിയ ഇന്ത്യൻ താരമാണ് ജസ്പ്രീത് ബുംറ. സിറിയയുടെ ഇടക്കാല പ്രസിഡന്റാണ് അഹമ്മദ് അൽ-ഷാര. സിറിയയുടെ ഇടക്കാല പ്രസിഡന്റാണ് അഹമ്മദ് അൽ-ഷാര. 2025-ലെ എസ് ഗുപ്തൻ നായർ പുരസ്കാരം നേടിയതാണ്? പ്രൊഫസർ SK വസന്തൻ. 2025 എസ് ഗുപ്തൻ നായർ പുരസ്കാരം SK വസന്തൻ. 2025-ലെ ഫിഡ ചെസ് ലോകകപ്പിന് വേദിയാവുന്ന രാജ്യം ഇന്ത്യ. 2025-ലെ ഫിഡ ചെസ് ലോകകപ്പ് ഇന്ത്യ. 2025 ജനുവരിയിൽ US-ന്റെ സൺസ് ആൻഡ് ഫിലിം ഫെസ്റ്റിവൽ പ്രദർശിപ്പിച്ച ദ സ്ട്രിങ്ങർ എന്ന ഡോക്യുമെൻ്ററി അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? വിയറ്റ്നാം യുദ്ധഭീകരതയുമായി ബന്ധപ്പെട്ട നാപ്പാം പെൺകുട്ടി, നാപ്പാം ഗേൾ എന്ന വിഖ്യാതമായ ചിത്രം ക്യാമറയിലാക്കിയത് നിക്ക് ഉട്ട് അല്ല എന്ന വാദത്തിലൂടെയാണ്. 2025 ജനുവരിയിൽ US-ലെ സൺസ് ആൻഡ് ഫിലിം ഫെസ്റ്റിവൽ പ്രദർശിപ്പിച്ച ദ സ്ട്രിങ്ങർ എന്ന ഡോക്യുമെൻ്ററി വാർത്താ പ്രാധാന്യം നേടിയത് വിയറ്റ്നാം യുദ്ധഭീകരതയുമായി ബന്ധപ്പെട്ട് നാപ്പാം പെൺകുട്ടി എന്ന വിഖ്യാത ചിത്രം ക്യാമറയിലാക്കിയത് നിക്ക് ഉട്ട് അല്ല എന്ന വാദത്തിലൂടെയാണ്. വിയറ്റ്നാമിൻ്റെ ത്രാങ് ബാങ്ങിൽ US-ൽ നടത്തിയ നാപ്പാം ബോംബാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്ന കിം ഫുക് എന്ന 9 വയസ്സുകാരിയുടെ ചിത്രം 1972 ജൂൺ 8-ന് പകർത്തി NBC ചാനലിൻ്റെ ഡ്രൈവറായിരുന്ന എൻ ഗുഹേൻ താങ് എൻഗെ ആണ് എന്ന പുതിയ അവകാശവാദം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ISS പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ശുഭാംശു ശുക്ലയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. എത്രാമത് ജയ്പൂർ സാഹിത്യോത്സവമാണ് 2025 ജനുവരി 30 മുതൽ ഫെബ്രുവരി 3 വരെ ജയ്പൂരിൽ നടന്നത്? 18. വ്യവസായ കുതിപ്പ് ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാർ ജനുവരി 21, 22 തീയതികളിൽ കൊച്ചിയിൽ നടത്തിയ ആഗോള നിക്ഷേപക സംഗമത്തിൻ്റെ പേരാണ്? ഇൻവെസ്റ്റ് കേരള. വ്യവസായ കുതിപ്പ് ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാർ 21, 22 തീയതി ജനുവരി 21, 22 തീയതികളിൽ കൊച്ചിയിൽ നടത്തിയ ആഗോള നിക്ഷേപ സംഗമത്തിൻ്റെ പേരാണ് ഇൻവെസ്റ്റ് കേരള. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാണ് സുനിത വില്യംസ്. 62 മണിക്കൂറും 6 മിനിറ്റും ആണ് സുനിത ബഹിരാകാശത്ത് നടന്നത്.